ഹലോ சார் காப்பாத்துங்க சார். ഹലോ அப்பா ஏதோ பிரச்சனையாப்பா உனக்கு அம்மாக்கும்? ഇതാരിത്? ഞാൻ തോറിയിട്ട് നിങ്ങൾക്ക് രണ്ട് മുട്ട വന്നില്ലല്ലോ. മ്ലേച്ഛമായ സംസാര ശൈലി. നിങ്ങൾ എനിക്കറിയാലോ, ഇന്നലെ കണ്ട ആളല്ലേ? ആ ഞാൻ തന്നെ ബ്രോ. അല്ല, ഇത് പരിപാടിക്ക് പോകണ്ടേ? എന്തോ പരിപാടിക്കാ? ഇന്നലെ 1500 CR പരിപാടി പറഞ്ഞായിരുന്നല്ലോ. ആ അതിന് പോണം. എങ്ങനെയാ പോണ്ടേ? എന്നാ പോണ്ടേ? 1500 CR എന്ത് പരിപാടിയാ? എനിക്ക് പറഞ്ഞു കൂടെ വരുന്ന ഞാൻ വരാന്ന് പറഞ്ഞു. ഓ അത് ഞാൻ പറയാം. എന്ന് പറയാനേ, എങ്ങനെ പറയാനേ? അതപ്പോ നിങ്ങൾ ഇത് വലിയ കാര്യം ഇങ്ങോട്ട് ഇവിടെ നിന്ന് രക്ഷിക്കവരെ. ഈ ജീവനോട് മല്ലിട്ട് നിൽക്കുന്ന. അല്ല, എല്ലാത്തിനും അൾട്ടിമേറ്റ് മണി അല്ലേ ആവശ്യം? മണിയാണ് എല്ലാവർക്കും ആവശ്യം. അതിനുള്ള വഴി നമുക്ക് നോക്കണ്ടേ? ചന്ദ്രു മണി ആവശ്യം. ഏതാ ഇതൊക്കെ ഇത്? ഒന്ന് ഗേൾഫ്രണ്ട് ആണ്, ഒന്നെന്റെ അമ്മ. അതാണ് അമ്മ അടക്കണം. അമ്മക്ക് ഇത്ര പ്രായമുണ്ട്. പുട്ടിയില് ഈ തലയെടുത്ത് പുട്ടിയിലോട്ടൊക്കെ മുക്കും രാവിലെ എണീക്കുമ്പോ. അച്ഛൻ മരിച്ചു. തിരുപ്പതി. അതായത് അമ്മയുടെ കൂടെ ഇത്രയും കമ്പനി എടുത്തപ്പോഴേ ഈ കാരണം ഈ പുട്ടി അടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഇതുണ്ടല്ലോ, ഈ ലൈക്ക് മുഖത്തുള്ള ഈ പൊടി ശ്വസിച്ച് ആൾക്ക് ആസ്മ ഒന്ന് മരിച്ചു. തിരുപ്പതിയിൽ ആരുമില്ല. അതാണ് നീ ഒരു വിധവയല്ലേ? നീ അങ്ങോട്ട് പ്ലീസ് വിധവ മാറിയിരിക്കൂ സൈഡിലോട്ട്. അതല്ല, നീയല്ലേ കൊന്ന. നിന്റെ പുട്ടി ശ്വസിച്ചടി മരിച്ചത്. നിന്റെ പുട്ടി ശ്വസിച്ചടി മരിച്ചത്. അത് നീ പുട്ടിയുടെ കുറക്കണി. നമ്മളങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ കുഴപ്പമില്ല. അലീന വാ. അവിടെ നടത്തം കണ്ട ഇതേക്കൂടി വിഷമമായില്ലേ കൊന്നപ്പോ? നിങ്ങൾക്ക് ഒരു കമ്പനി ആയിക്കോട്ടെ തരുത്തിട്ട് ഇതാകണേ. പറ എലി. ആ കാശ് 2 കോടി എന്തിരുന്നെങ്കിലേ. ഏത് കാശോ? ഇപ്പൊ പറഞ്ഞടി. ഒന്ന് കൈ വെക്കിയേ. അല്ലെങ്കിൽ ഇപ്പൊ EMS വരും. എന്തായാലും ഒന്ന് സംസാരിക്കാത്തെ? നിന്റെ വാ അടഞ്ഞോ? എത്ര തന്നത്? ഇത് 2 കോടിയല്ലോ. ഒരു മിനിറ്റ് നോക്കട്ടെ. 2 കോടിയല്ല. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഇത് 2 കോടിയാണോ? നോക്കിയാ 2 കോടി പെട്ടെന്ന് ഞാൻ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. ആണോ? അല്ലല്ല, നീ തന്നത് 20 ലക്ഷമാണ്. കാശൊന്നുമില്ലെങ്കിൽ ഇപ്പൊ അവിടെ ചൊല്ല്. ഇപ്പൊ അവിടെ ചൊല്ല്. 20 ലക്ഷം എസ്ആർക്കെ തീർത്താലങ്ങ്. നിനക്ക് എണ്ണ അറിഞ്ഞൂടാ. നീ എണ്ണിയാണോ തന്നത്? എല്ലാത്തിനും കൊല്ലും. അതിന്റെ അടിക്ക് നീ എന്റെ കൂടെ അല്ലേ? എന്റെ കൂടെ അല്ലേ ഒന്ന്? എന്നിട്ട് എടീ എന്റെ ചെറുക്കനെ തൊടൂല്ലേ നീ? എന്താ വിചാരിച്ച? നടക്കൂല. ഇത് നടക്കൂല. ഈ പരിപാടി നടക്കൂല ഇവിടെ. മനസ്സിലായില്ലേ? കാശ് വെച്ചിട്ട് പോയാ മതി. ഇനി നമ്മളിവിടെ ആണുങ്ങളായിട്ട് നിൽക്കുമ്പോ
അവളുടെ ഒരു കുന്തളിപ്പേ. അയ്യോ. എന്തൊരു ഒറ്റ ബുദ്ധിയായിട്ടുള്ള കൂട്ടുകാരി കിട്ടി ഇങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി? ഒറ്റ ബുദ്ധിയായിട്ടുള്ള കൂട്ടുകാരി കിട്ടി. മിനിമം ഒരു ഒറ്റ ബുദ്ധിയുടെ മുട്ട വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം നിങ്ങൾ. ഹലോ സിംഗിൾ ബ്രെയിൻഡ് പേഴ്സൺ, കുറച്ചൊക്കെ ഇത് വേണം കേട്ടോ. ഓരോ മനുഷ്യരുടെ ഓരോരോ കാര്യങ്ങളെ പോയല്ലേ. ആ പെണ്ണുപിള്ളിക്ക് മേലെ വണ്ടി കൊടുക്കില്ല, എന്റെ സാറിനെ പിടിച്ചു വന്നേരം പോണ വഴി. എന്നെ ഇടിച്ച് എന്നെ കൈവച്ചിട്ട് പോയത്. ഓക്കെ എന്തായാലും എടാ സാർ അത് കയറാം ബ്രോ. എടാ അങ്ങനെയല്ല, ഞാൻ എന്റെ വണ്ടി നീ നോക്കിയപ്പോ ചാടുന്നുണ്ട്. ഞാൻ വെച്ചാൽ നീ അല്ലിനെ അടിച്ചൊന്നെന്റെ വിഷമത്തിൽ ആത്മഹത്യയെല്ലാം ചെയ്യുന്ന നിൽക്കുകയാണെന്ന്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പുറവിന്ന് കുത്തുന്ന നമ്മളപ്പ തന്നെ ചെയ്തില്ലേ? അതോ എന്തിനു ആ ഒന്നുമില്ല. എലി ഒന്നിറങ്ങിയ മര്യാദയ്ക്ക് ഇറങ്ങടി, അല്ലെങ്കിൽ ഓറ മൈനസായ പകരം എന്റെ ഓറ മൈനസായ മനസ്സിലായോ? ഞാൻ പോയിട്ടൊന്ന് ചൂച്ചു വെച്ചിട്ട്. ചന്ദ്രു ആള് നിൽപ്പുണ്ട്. ഇപ്പൊ വണ്ടി അകത്തോട്ട് കയറ്റുന്നു. அப்பா ஜீரே இது மாதிரி பண்றாங்க அம்மா அப்பா தெரியுமா நான் காப்பாத்தலையா EMS காப்பாத்து. അത് വന്ന് കൺസോർട്ട് ബോഡി മോനെ. ஐயோ அது சரியாயிரும் எங்களுக்காக ஹெல்ப் பண்ணுங்க எங்களுக்குள்ள ஏதாவது பிரச்சனை അത് இருக்கு വന്ന് എനിക്ക് എന്നെ ഡ്യൂട്ടി ഫോളോ മ്യൂട്ടാണോ അതാ? പോലീസിൽ റിപ്പോർട്ട് ചെയ്തിപ്പോ മ്യൂട്ടാണോ? சூரி வெடி வச்சிட்டு தான் இருக்காங்க அப்ப മ്യൂട്ടല്ല. நீங்க வச்சு எல்லாம் செய்யலாம்ல இப்ப மட்டும் எதுக்கு வெடி வைக்கறாங்க அது சொல்றீங்க എന്താ മോനെ ക്ലിയർ ആയില്ല? கிளியரா இல்லையா? ഇല്ല ക്ലിയർ. நிறைய பேரு சிட்டில வெடி வச்சு சாவறாங்க அவங்க எல்லாம் இது வைச்சிரீங்களே ആ അതാ മോനെ എനിക്ക് ഞങ്ങളുടെ സാർ കാപ്പാത്തിങ്ക സാർ, കാപ്പാത്തിങ്ക സാർ. താങ്ക് യു മാഡം. മാഡം നമ്മ സ്നൈപ്പ് ബ്രദറാണ് മാഡം. എന്തേലും ഇളവുണ്ടോ മാഡം? എന്തേലും 260 കുഴപ്പമില്ല. മാഡം നമ്മളെ സ്നൈപ്പിന്റെ ബ്രദറാണ് മാഡം. മാഡം കൊഞ്ചം ഗമനിക്ക് മാഡം. ശരി ഓക്കെ, ഇത് ഞാൻ ഫോട്ടോഗ്രാഫ് പരവായില്ല, ഞാൻ ഫൈൻ ഇല്ല ഫോട്ടോഗ്രാഫ്. അത് വേണം വേണം സാറേ. ഞാൻ കൊടുത്തോളാം. ഇല്ല പരവായില്ല, അഡ്ജസ്റ്റ് പണിക്കല. ഞാൻ എന്നോട് അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫ് പോയിക്കോங்க. ഇല്ല മാഡം അത് വേണം. അതെന്താ മേഡം, ഞാൻ സംസാരിച്ചപ്പോ മേഡത്തിന് അത് അക്കൗണ്ടിൽ നിന്ന് പോടാൻ പറ്റാഞ്ഞ ചന്ദ്ര സംസാരിച്ചു. അത് പറ്റത്തില്ല. എനിക്ക് ഇവിടെ ഇട്ടാ മതി, മനസ്സിലായ? അവിടെ വേറെ സംസാരമൊന്നുമില്ല. ശരി ഓക്കെ. അറിഞ്ഞ വന്ന് കാശുണ്ടാടെ കൊടുക്കാൻ ഇത്രയും മാസൊക്കെ അടിച്ചിട്ട് കാശ് കൊടുക്കാൻ പറ്റാതെ ആവണം. ഓക്കെ 260 തന്നെ. ഓക്കെ അല്ല, കയ്യില് ക്യാഷ് എതുക്ക് വേണോ? അക്കൗണ്ടിൽ തന്നെ ക്യാഷ് വേണോ? അക്കൗണ്ടിൽ പൈസയൊക്കെ ഉണ്ട് മേഡം. അതെന്നെ എതുക്ക് പോക മാട്ടേங்குது? കയ്യിൽ ATM കാർഡ് இருக்கா? ഇല്ല. அதனால போக மாட்டேங்குது. அப்போ ഇത് വരുന്നില്ല. എന്താ പറ്റി? கையில ATM கார்டு வேணும். கார்டு அவைலபிள் இல்லன்னு எடுக்க முடியாது. കാർഡില്ല.
ഇപ്പൊ കൈ തന്നാ മതിയോ? ഞാൻ ഹോസ്പിറ്റലിൽ കൈ തന്നാ മതിയോ? മേഡം അടയ്ക്കുവോ? ഓക്കെ എനിക്ക് കയ്യിൽ തന്നാ പോയി ഞാൻ അക്കൗണ്ടിൽ പോയിട്ട് തരാം. സാർക്ക് ഞാൻ ഇവിടെ കാണും. നീ എന്താന്ന് വെച്ചാ ഒന്ന് ഡീൽ ചെയ്തിട്ട് മെല്ലെ. ഇല്ല ഞാൻ ഡെഡ് കെയർ കേസ് അറ്റൻഡ്. ഓക്കെ കിട്ടിയല്ലേ മേഡം? ഓക്കെ കടിച്ചു. എന്തിനു വാ? ഈ ആവശ്യമില്ലാതെ മാസം അടിച്ച് പൈസ കൊടുക്കാനും പറ്റിയില്ലെങ്കിൽ അടിച്ചെത്തിയിരിക്കും. ഇല്ല എന്തിനു വേറെ അവസ്ഥയൊന്നുമില്ല. വണ്ടി പോയേ? വേറെ വണ്ടി അങ്ങനെ ചോദിച്ചാലേ കടത്തിന് വണ്ടി SRK இனிமே இது பத்தி கேரி பண்ணாதானே? ஓகே மேடம் கொஞ்சம் நேரமாயி இந்த ஆளு மெசேஜ் போட்டா போதும் இல்ல கால் பண்ணா போதும். ഒന്ന് ഡ്രോപ്പ് ചെയ്യ സാർ. அப்ளிகேஷன்ல கால் பண்ணா போதும். சரியா? ഡ്രോപ്പ് ചെയ്തേ ഞാൻ ഇപ്പൊ താങ്ക് യു സാർ. സാർ നമ്മൾ താങ്ക് യു സാർ. ഗരാജ് വെൽക്കം ഗരാജ് മേലുള്ള ഗരാജാക്കാം കേട്ടോ. ഓക്കെ. ഒറ്റ വേണം സാർ. ലോക്ക് പിക്ക് ചെയ്യരുത് കേട്ടോ. വണ്ടി ലോക്ക് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യരുത് കേട്ടോ. അയ്യോ ഓക്കെ സാർ. ഓക്കെ കുഴപ്പമില്ല. ഇവിടെ തന്നെ ഗാരേജ്. തെക്കോളമൊക്കെ ഇവിടെ തന്നെ. പോയിട്ട് വരും. ഹാവ് എ നൈസ് ഡേ. Have a nice day, sir. Have a nice day. You are a good man, sir. You are a good man. താങ്ക് യു. കഴിവറമ പന്ന തെണ്ടി പട്ടി നാറി ചെറ്റ അപരാധി കാട്ടപരാധി കണ്ടം വേണ്ട. പോട്ടെ ഹലോ ഹലോ. താങ്ക്സ് കേട്ടോ, വെട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇച്ചിരി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വരണേ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാതെ പറയില്ലേ വലിക്കും കേട്ടോ. ടിക്കറ്റ് വലിക്കുക തരത്തിപ്പി പൊടി പോളിച്ചിട്ട് എന്തിനു പറയാ? വണ്ടി എടുത്തോണ്ട് പോയാലേ മോഷ്ടിക്കാൻ നിക്കണ്ടാ. എന്താ ചെയ്യണം നോക്കിയാലോ ഇവിടെ നിർത്തിട്ട്. അത് വണ്ടി നോക്കിയടാ. ഇത് കൊള്ളാല്ലേ? വണ്ടി ഒന്നും എടുത്തൂടല്ലേ? അന്ന് എടുത്തൂടാ. ഈ വണ്ടി ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നോക്കിയോ നൈസായിട്ട്. അത് സിമ്പിൾ അല്ലേ? എന്തിനു ഹലോ എന്തൊറ്റി റോബറിയാണ് സിറ്റുവേഷൻ. ഹലോ റോബറി ആയിരുന്നത്. റോബറി ഓർത്തരെ പിടിച്ച് ഇത് കാരണം കൈവൽ അവനെ കൊണ്ടുപോയി. നാളെ ഞാൻ വരുവേ. സാർക്ക് എന്ത് കഷ്ടമാണ് സാർക്ക്. ചന്ദ്രൻ പറഞ്ഞു സ്വഭാവമാണ് സാർക്ക് നിന്റെ. പാവം പയ്യൻ നാളെ വരുവേ. മൊത്തം പ്രശ്നമാണല്ലോ. തുടർന്ന് പിടിക്കുന്ന എല്ലാം പ്രശ്നമാണ്. അവൻ അപ്പൊ തന്നെ വിലങ്ങ് വെച്ചാണ്ടാ നീ കൊണ്ടുപോയി. ഇല്ല അവരെ ഒന്ന് വെളിയിലിറങ്ങാൻ കാത്തിരുന്നേ, അന്നേരം കിട്ടി. പോയി നോക്കിയാൽ എന്തായാലും അവന്റെ അവസ്ഥ അവസ്ഥ എന്തെന്ന് നോക്കാൻ. അത് ആ വണ്ടി അങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് പരിതാപകരമായിട്ട് തോന്നുന്നു. നിർത്തുണ്ടായാലും തോന്നുന്നു. സാറേ ATM യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ? സാറേ പൈസ എടുക്കാൻ പറ്റുമോ സാറേ? ലീവ് ചെയ്യണം സാറേ. സിറ്റുവേഷൻ ആണ് സാറേ. കളർ കിട്ടുന്നെങ്കിൽ അഴിച്ചു വിട്ടാ അതോട്ട്. പ്ലീസ് പ്ലീസ് പറഞ്ഞില്ലായിരുന്നു. പിന്നെ ചന്ദ്രൻ ആ വണ്ടി കിടക്കുന്നുണ്ട്. എനിക്ക് എടുത്തോണ്ട് പോകാൻ തോന്നുന്നു. എന്ത് പറയാനാ? ഹലോ. എടാ നാണക്കെട്ടവനെ. പൊടി
ലോക്ക് ചെയ്യാൻ പറ്റിയില്ല അവര്. എലി ഇവിടെ ഇടിച്ച കൊല്ലായിരുന്നു കേട്ടാ. നോക്കേ വിടില്ല. ഇവളൊക്കെ സേഫ് സോണകത്ത് നിൽക്കുമെന്ന് അറിയാല്ലേ. എന്തിന് വണ്ടി ഇത്? എക്സാക്ട്ലി ബ്ലാക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇട്ടായിരുന്നാ? ബ്ലാക്ക് കണക്ട് 3456 3456 വെയിറ്റ് ചെയ്യേ. 3456 ഹലോ 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 മച്ചാനെ ബ്ലാക്ക് കൊടുക്കുന്നുണ്ടോ? അതെ അതെ അതെ. ഞാനാ കൃഷ്ണൻകുട്ടി. അന്ന് മറ്റേ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചോദിച്ചത്. വേറെ എത്ര ഉണ്ട് കൊടുക്കാൻ? ഇപ്പൊ 8 CR ഉണ്ട്. 8 CR ബ്ലാക്ക്. CR ഉള്ളൂ, വലിയ എമൗണ്ട് ഒന്നുമില്ല. വലിയ എമൗണ്ട് തീർന്ന് അന്ന് ഞാൻ ചോദിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ മര്യാദക്ക് ചോദിച്ചല്ലേ 40 CR ബ്ലാക്ക് ഉണ്ടായിരുന്നു. അത് കൊടുത്ത് ഇപ്പൊ 8 CR അങ്ങോട്ടുള്ളൂ ബാക്കി. 8 CR എടുക്കാം. 8 CR അല്ല എത്ര അതിലേക്കുള്ളൂ എല്ലാം വേണം. ആവശ്യമുണ്ടോ? അതിലേക്കുള്ള ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ടായിരുന്നു. എത്ര വേണം? മൊത്തം എത്ര വരെ വേണ്ടി വരും? 200 CR. 200. ഞാനെന്താ ചോദിച്ചിട്ട് ഏത് നമ്പർ ഏതാ? നമ്പർ 471. എത്രയിനെടുക്കും? 2 കിട്ടൂലേ? 2 കിട്ടില്ല. 3 നോക്കട്ടെ. നമുക്ക് ഡീൽ സംസാരിക്കാം. നിങ്ങള് ഫണ്ട് സെറ്റ് ആയിട്ട് പറ. ഞാൻ ഓക്കെ 8 CR ആണെങ്കിൽ ഞാനിപ്പോ തരാം. മറ്റേതാണെങ്കിൽ ഞാൻ കുറച്ച് ഡിലേ ഉണ്ടാവും. ചോദിക്കേണ്ടി വരും. എത്ര ടൈം എടുക്കും? ആരുടെയിലാ ഉള്ളത് സാധനം? അത് വീരാൻ അറിയോ? വീരാൻകുട്ടി. വീരാൻകുട്ടിയാ? നിങ്ങളെല്ലാം കുട്ടികളാ? അല്ല, അത് വേറെ കുട്ടി. ഇത് വേറെ. അത് വീരാൻകുട്ടി. വീരാന്റെ അടുത്ത് കുറച്ചുണ്ടെന്ന് പറയണ്ടായിരുന്നു. അതാണ് ചോദിച്ചത്. ചോദിക്കുന്ന ചോദിച്ചിട്ട് പറ. മറ്റേ 8 CR വേണോ ഇപ്പൊ? 8 CR ഇപ്പം എത്ര തരും? 3 ഒരു 2.2 തരാൻ വെച്ചാനെ. നമ്മളിത്രയും വലിയ ഡീലൊക്കെ അല്ലേ. കഷ്ടപ്പെട്ട് രാവിലെ കുത്തിയിരുന്ന് 8 മണിക്കൂർ കുത്തിയിരുന്നിട്ട് കിട്ടിയതാ. എന്നാലും മാത്രല്ല, അതാണ് ഞാൻ പറയണല്ലേ. ഞാൻ ഫ്രീ ആയിട്ട് ഈ ബൾക്കായിട്ട് എടുക്കുമ്പോൾ കുറച്ച് തന്നാലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത്രയും 200 CR ഒക്കെ നമ്മള് 2-3 എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. 200 CR ആകുമ്പോഴത്തേക്കും അവരെന്താ ഞാൻ അവൻ 4 CR മറ്റേ 4-നാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ചന്ദ്രനായതുകൊണ്ട് സംസാരിച്ചിട്ട് സംസാരിച്ചോ. അങ്ങനത്തെ ഇതാണ് സെറ്റപ്പ്. 2.5 ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. നോക്കിട്ട് ശരി. 471. ശരി. ഞാൻ ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം. ഹലോ 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 ചന്ദ്രനാണോ? കുണ്ടൻ എന്നെ ഏതോ ഷണ്ടൻ വിളിച്ചേ. ഏതോ ഷണ്ടി വിളിച്ചെന്നെ. ഷണ്ടി 400 കോടിയാ? ആര്? അണ്ണുവിന്റെ മുമ്പിലാ വന്ന. അണ്ണു ഓട്ടിച്ചു വിട്ടു. 400 കോടിയൊക്കെ ഉള്ളവനെ എന്തിനാ വിട്ടത്? അവനെ പിടിച്ച് ബക്കി എടുക്കാത്ത കാശ്. അവന്റെ നമ്പർ മേടിച്ചു വെച്ചിട്ടുണ്ട്. പേര് ഓർമ്മ. ഹലോ அப்பா ஏதோ பிரச்சனையாப்பா உனக்கு அம்மாக்கும்? എന്ത് പ്രശ്ന? அம்மா உன்னை வந்து போன் அடிக்க பாக்குறா, நீ எடுக்கவே மாட்டற. ഉന്റെ അമ്മയ്ക്ക് വിഷമം 4 പ്രാവശ്യം ചത്തന്റെ വിഷമം. சரி. ഓക്കെ.
കണ്ണാപ്പിയല്ലേടാ പോകുന്നേ. കണ്ണാപ്പിയെ തേക്കിന്റെ ഡ്രസ് ഇട്ട് ഈ വണ്ടി കറക്കം മാത്രമല്ല നിൽക്കൂലേ ഇത്? നിർത്തൂല അവനെന്തേലും നൈസായിട്ട് ആ കുട്ടി എങ്ങനെ വിളിച്ചോണ്ടിരിക്കാ നമ്മളെ വിളിച്ചോണ്ട് നമുക്ക് കൊടുക്കാം. ഷേഖ് ജോസ് പെരേര പാപ്പന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. റൈബാൻ കൊടുക്കുന്നുണ്ടാടാ ധർമ്മ. വിളിച്ച ഫോൺ എടുക്കൂലല്ലോ നീ. എന്താണ് ഇത് ചന്ദ്രബോസ് ടിവിയിലെ. മക്കളെ കുരിഞ്ഞിന്നൊക്കെ തരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? 1500 തരാം. വരുന്നോ നമ്മുടെ കൂടെ കൂടുന്നോ ബൈക്കിന്? ഇല്ല 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 ഇതൊന്ന് ഗാന്ധി മറ്റേ ഇതിന് പോണാ കൊല്ലത്ത് മഞ്ഞ കിട്ടണില്ല. എടാ കണ്ണാപ്പി എടാ നീ ലോറാപ്പിനൊന്ന് വിളിച്ച് പുറത്തിറക്കി തരാമെന്ന്. ഇതൊരു കഷ്ടം. ഞാൻ ഇന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല. ഒന്ന് വിളിച്ചിട്ട് ഈ റിപ്പയറിലോട്ട്. അവളെ എന്തിനാ ചന്ദ്ര അവളെ ഇങ്ങനെ കൊണ്ട് ഞാൻ ഈ ദിവസം കൊണ്ട് ചന്ദ്രൻ ഇഷ്ടപ്പെടുവോ? നിനക്ക് എന്ത് ഇഷ്ടപ്പെടാ? നീ ആര്? മോശല്ലേ അവള് 24 മണിക്കൂർ ചത്താണ് കിടക്കുന്നത് ഇപ്പൊ. അല്ല കുട്ടി വന്നാ ജോസേ എന്ത് കുട്ടി? ബീരാൻകുട്ടിയാണോ? ബീരാൻകുട്ടിയാണോ ഇത്? ഇത് ബീരാൻകുട്ടിയാണോ? സംസാരിക്കണം ഓ ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? നമ്മളില്ല എന്തിനും ഇവിടെ. പെണ്ണന്റെ പത്രക്കാരോ വലിയ പ്രശ്നമാവാനാണ് ഇത്. ആണ് ഹലോ ഹലോ അത് പീടിയാണോ? പിടിയാ ആ പീടി. വണ്ടിക്കത്ത് വേറെ ഇരിക്കുമ്പോഴോ നീ പിടിക്കാതെ വണ്ടിക്കത്ത് വേറെ ഇരിക്കുമ്പോഴോ പീടി വണ്ടിക്കത്ത്? പിടിയാ നമ്മളിവിടെ മുതുക്ക് ഞാൻ ഇവിടെ മുതുക്ക് ചന്ദ്രന്റെ കൂടെ. അതുകൊണ്ട് നമ്മളെ റിപ്പയറിലുണ്ട്. ഞാൻ ഇപ്പൊ കത്തു. അയ്യോ പിന്നെ പിണങ്ങല്ലേ ഹീരേന്ദ്ര ഉണ്ടായിക്കണേ. നീ എന്താ ഫോൺ എടുക്കാത്തെ? ആര് വിളിച്ച്? ഞാൻ വിളിച്ചു. നമ്പർ എത്ര എന്റെ? എനിക്കറിയാൻ പാടില്ല. നിന്റെ നമ്പർ എത്ര നിനക്കറിഞ്ഞൂടെ? നമുക്ക് ഫാൻസി നമ്പർ ഒന്നും ഇല്ലേ? അവസാനം എത്ര? രായാ ഇതാരിത്? അതാര്? അത് ദൈവമായിട്ട് വരണം. ഇതെന്താണ് അസ്ഥി കൂടാക്കട്ട് പറഞ്ഞ? അസ്ഥി കൂടെ വരുമ്പോ നമുക്ക് മനുഷ്യർക്ക് പേടിയാ. മനുഷ്യർക്ക് പേടിയാ അസ്ഥി കൂടത്തിന്. ഒരു ഏടിയില്ല കേട്ടാ. തള്ള എണീറ്റില്ല ചന്ദ്ര. ഇല്ല സോറി എണീറ്റില്ല ചന്ദ്ര. എടാ ഹൈവാനൊന്നുമില്ല. ഇത് പെണ്ണിന്റെ അസ്ഥികളാണ് ആണിന്റെ അസ്ഥികളാണത്. ജനറ്റിക്കലി ഇല്ലെന്ന് അറിഞ്ഞൂടെ? ഇതിലൊന്ന് തപ്പി നോക്കിയാൽ പോലും ഒരു മുട്ട കാണത്തില്ലല്ലോ. തൂറിയിട്ട് കഴിവ് എണീറ്റ് പോകും. കിട്ടിയ കണ്ണാപ്പി വന്ന് അടുത്തത് നോക്കട്ടെ. പോകാൻ പറ. ഞാനും അതുകൊണ്ട് കേറിയെങ്കിൽ ഇരിപ്പുറപ്പിച്ചല്ലേ. വണ്ടി റോഡിലേക്കോ കഴിഞ്ഞാടാ കണ്ണാപ്പിയുടെ തൂർണ്ണണ്ടില്ലേ? വാഴയില മേടിച്ചോണ്ടോ? മ്ലേച്ഛമായ സംസാര ശൈലി. എന്താ ഇവരിങ്ങനെ? ഞാൻ തൂറിയിട്ട് നിങ്ങക്ക് 2 മുട്ട വന്നില്ലല്ലോ.
കണ്ണാപ്പി 3 റബ്ബോച്ചി 0. പൂജ്യം അപ്പൊ തൂറിയത് കൂടെ കൂട്ടും. മ്ലേച്ഛമായിട്ടുള്ള സംസാരിക്കാത്ത മ്ലേച്ഛമായിട്ട് ഇങ്ങനെ അഡ്മിൻ സംസാരിക്കണം.